പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരുത്തനാണെ ഗേറ്റിന്റെ അവിടെ നിന്ന് വലിയോട് വലി. ഇവനൊക്കെ ഈ പ്രായത്തിൽ വലിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ ഈ പുകവലിയൊക്കെ നിർത്താൻ പറ്റുമോ ഡോക്ടറെ? പിന്നെന്താ, നമുക്ക് നിർത്താലോ. നമുക്ക് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, പിന്നെ നമ്മൾ നല്ലോണം അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് മെഡിസിൻസ് ഉണ്ട്, സ്മോക്കിംഗ് നിർത്താനുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ല, ഇവനൊക്കെ ഈ പ്രായത്തിൽ ഈ വലിയാണെങ്കിൽ നല്ല പ്രായമായി കഴിയുമ്പോഴത്തേക്കും ലങ്സ് കാണോ? ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണ ഒരാളെ അപേക്ഷിച്ച് ലങ് ക്യാൻസർ, അതേപോലെ വലിവ്, വിട്ടുമാറാത്ത ചുമ, ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ നമുക്ക് ഈ സ്പൈറോമെട്രി പോലുള്ള ടെസ്റ്റുകൾ ഉണ്ട് ലങ്സിന്റെ കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് ലങ് ക്യാൻസർ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ കുറഞ്ഞ CT സ്കാനൊക്കെ അവൈലബിൾ ആണ്. ഇതിന് മാത്രം അഡിക്ഷൻ വരാനായിട്ട് ഇതിൻ്റെ അകത്ത് എന്തിരുന്നിട്ടാ? അത് ഈ ആൾക്കാർ പല രീതിയിലുള്ള സ്ട്രെസ്സും പ്രഷറും ഒക്കെ വരുമ്പോഴത്തേക്കും സ്മോക്കിംഗ് റിലീഫിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പോൾ അതിനകത്ത് നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അതാണ് അവർക്ക് ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ നിക്കോട്ടിൻ്റെ കൂടെ വേറെ കുറേ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അതാണ് അവർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഡോക്ടർ ഇവിടെ കാണത്തില്ലേ? ഞാൻ അവനെ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. വരുമോ നോക്ക്.